ഷിജോയിലേക്ക് പോകാം. തിരുവനന്തപുരം ലുലു മാളിലാണ് ഷിജോ ഉള്ളത്. ഷിജോ, അവിടെ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞോ? സ്വാഭാവികമായും ഒരു മാളിലൊക്കെ ഈ സൈറൻ മുഴങ്ങുന്ന ഘട്ടത്തിൽ എന്താണ് ആളുകൾ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു നിർദ്ദേശം കൂടി നൽകുകയാണല്ലോ. എല്ലാവർക്കും പുതിയ അനുഭവങ്ങളായിരിക്കും. ഈ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സൈഫുദ്ദീൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ലുലുമാളിലാണ്. ലുലുമാളിൽ ഇപ്പോൾ ആദ്യത്തെ സൈറൻ കൃത്യം ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞ അതേ സമയത്ത് തന്നെ ആദ്യ സൈറൻ മുഴങ്ങുകയും പിന്നീട് ബാക്കിയുള്ള പ്രിക്കോഷൻ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ലുലുമാളിന് സമീപത്തായിട്ട് ഒരു പ്രതീകാത്മക സ്ഫോടനം ക്രിയേറ്റ് ചെയ്യുകയും അത് പിന്നീട് വന്ന് ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയത്. ഇപ്പോൾ ഈ ലുലുമാളിൽ നമുക്ക് കാണാം. അപ്പം ഇവിടുത്തെ വൈദ്യുതി കണക്ഷൻ അടക്കം ഭാഗികമായിട്ട് ഇവിടുന്ന് ഇപ്പോൾ വിച്ഛേദിച്ചിട്ടുണ്ട്. കാരണം നിരവധി നൂറുകണക്കിന് ആളുകൾ ഇത്തരം മാളുകളിലൊക്കെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒട്ടും ലാഘവത്തോടു കൂടിയല്ല, വളരെ ഗൗരവത്തോടു കൂടി വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു കാര്യത്തെ സമീപിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയിലാണ് രാജ്യമെങ്ങും. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്ന സമയമല്ല. എവിടെയും ഏത് സമയത്തും ഇങ്ങനൊരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവാം. ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണമോ അല്ലെങ്കിൽ തീപിടുത്തമോ അടക്കമുള്ള അങ്ങനൊരു അനിഷ്ട സംഭവങ്ങൾ ഏത് സമയത്തും ഉണ്ടാവാം. അതിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ നേരിടണം എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മോക്ക് ഡ്രില്ല് സംസ്ഥാന വ്യാപകമായിട്ടും രാജ്യവ്യാപകമായിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും ചെയ്യുന്നത്. എന്തായാലും ലുലു മാളിൽ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ട് വൈദ്യുതി ഇതിന്റെ ഭാഗമായി മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അണച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജീവനക്കാരുടെ അടക്കം പ്രതികരണമൊക്കെ എടുക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരും. കാരണം അത് ഈ ഒരു ഘട്ടത്തിൽ എടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. നമുക്കതല്ല എങ്കിൽ ഒരുപക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ അടക്കം പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നതാണ്. പക്ഷേ അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ എടുക്കേണ്ടതില്ല, അങ്ങനൊരു മുന്നറിയിപ്പ് ഇവിടെയുള്ളവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആദ്യ സൈറൻ കൃത്യം 4:02 തന്നെ മുഴങ്ങുകയും പിന്നീട് അടുത്ത സൈറൻ ഏതാണ്ട് 4:28 കൂടി മുഴങ്ങുകയും ചെയ്യും. ആ സൈറൻ മുഴങ്ങുന്നതോടുകൂടിയായിരിക്കും ഇപ്പോഴുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇവരിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സാഹചര്യം പൂർണ്ണമായിട്ട് മാറുക. അതായത് ഇപ്പോൾ വൈദ്യുതി കണക്ഷനൊക്കെ ഭാഗികമായിട്ട് ഈ ഷോപ്പിംഗ് മാളിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് 4:28 അത് സാധാരണഗതിയിലേക്ക് വരിക. പിന്നീട് 4:29 സാഹചര്യങ്ങൾ സുരക്ഷിതമാണ്, പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസാന സൈറൻ കൂടി മുഴങ്ങും. അങ്ങനെ ആണ് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ അതിജീവിച്ചു എന്നുള്ള കാര്യം ഈ മോക്ക് ഡ്രില്ലിലൂടെ മനസ്സിലാക്കി കൊടുക്കുക. എന്തായാലും ഒട്ടും ലാഘവത്തോടു കൂടിയല്ല ഇതിനെ കാണേണ്ടത്, വളരെ ഗൗരവത്തോടു കൂടി തന്നെ. ഏത് സമയത്തും ഇങ്ങനൊരു സാഹചര്യം നമുക്ക് മുമ്പിലും ഉണ്ടാവാം. ആ സാഹചര്യത്തെ ഇതേ രീതിയിൽ നമ്മൾ നേരിടണം എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ആ ഒരു സാഹചര്യം വളരെ കൃത്യമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാവരും തന്നെ ചെയ്യുന്നത്. എന്തായാലും അതിന്റെ ആദ്യഘട്ട നടപടി എന്ന രീതിയിൽ നമുക്കറിയാം ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേരളം ഇങ്ങനൊരു മോക്ക് ഡ്രില്ല് നടത്തുന്നത്. കാരണം പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും കനത്ത സുരക്ഷയാണ് പാകിസ്ഥാന്. തിരുവനന്തപുരത്ത് ലുലു മാളിലും എമർജൻസി സൈറൻ മുടങ്ങിയതിന് പിന്നാലെ മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്.